കാലി സ്ഥലം കൊണ്ട് നാട്ടിൽ നിന്ന് വരുമാനം ബിൽഡിംഗ് ഒക്കെ ഇപ്പൊ കിട്ടുന്ന 1, 2, 3 കോടിയൊക്കെയാണ്. നമ്മള് സ്ഥലം വാങ്ങുമ്പോ നമ്മളെ മൈൻഡ് കാരണം ഒരു ഏക്കർ വാങ്ങുന്നല്ല കണക്ക്. ഒരു 10 സെന്റ് ആണെങ്കിലും ഫ്യൂച്ചറിൽ നമുക്കൊരു ബിൽഡിംഗ് എടുത്തിട്ടിട്ട് പിന്നെ ഒരു ബിൽഡിംഗ് എടുക്കുമ്പോൾ നമ്മൾ പാർക്കിംഗ് കാണും. ഒരു അത്യാവശ്യ സാധനമാണ് വെള്ളം. ബിൽഡിംഗ് താമസിക്കുന്നവർക്കും എന്തെങ്കിലും ഓഫീസ് ഉപയോഗിക്കുന്നവർക്കും വെള്ളം വേണ്ടേ? അതൊക്കെ കണ്ടിട്ട് നമ്മൾ ബിൽഡിംഗ് എടുത്തിട്ട് 10 സെന്റ് ആണെന്ന് വാങ്ങിയിട്ട് പിന്നെ ഇപ്പം നാട്ടിലൊക്കെ ഒരു ബിൽഡിംഗ് കണ്ടിട്ട് ചില്ലറ പണിയൊന്നുമില്ല. പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങി അവർക്ക് പൈസ കൊടുത്ത് മുനിസിപ്പാലിറ്റി പോയി പിന്നെ ജില്ലയിൽ നിന്ന് ഒരു പേപ്പർ വാങ്ങണം. അതൊക്കെ ഈ പൈസ കൊടുത്തിട്ട് ബിൽഡിംഗ് ഇപ്പോൾ നാട്ടിൽ കിട്ടും. പെട്ടെന്ന് നമുക്ക് സ്ഥലം ഉണ്ട് ഇവർ നാട്ടിൽ നിന്ന് ബിൽഡിംഗ് എടുക്കാൻ പറ്റില്ല. ഇവർക്കൊക്കെ കമ്മീഷൻ കൊടുക്കണം ഇപ്പോൾ. അതായത് എൻ്റെ ഉപ്പാൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യയല്ലേ ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ്. അവരെ വീട്ടിൽ എൻ്റെ വീട്ടിലിപ്പോൾ അവരെ വീട്ടിൽ അവർ പഞ്ചായത്ത് പോയിട്ട് വീട് അടച്ചിട്ടില്ല പോവാ. 3 മക്കളും ഖത്തറില്ല. ഇപ്പം ഭർത്താവ് റിട്ടയർഡ് മാഷ. അപ്പോൾ അവർ വീട്ടിലുണ്ടാവില്ല. അവർ 4 ബസ്സിലുണ്ടാവുകൊണ്ട് കല്യാണത്തിന് ഏതെങ്കിലും നിൽക്കാവോ ഏതെങ്കിലും അവരും വീട് പോയിട്ടുണ്ടാവും. എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് വരിക. നമ്മൾ ഒരേ മുറ്റത്താണ് വീട്, 2 അപ്പുറത്തും. അവിടെ ആളുണ്ടോ ഇവിടെ ആളുണ്ടോ എൻ്റെ ഉമ്മ ചോദിച്ചപ്പോൾ അപേക്ഷ കൊടുക്കാനായിരുന്നു. മനസ്സിലായി? അതാണ് സ്ഥിതി. ഏറ്റവും ചീപ്പായിട്ട് എനിക്ക് തോന്നുന്നു കൊറോളായിരിക്കും. അല്ല എന്ന് വെച്ചാൽ അത്യാവശ്യം സ്റ്റാൻഡേർഡും ഉണ്ട്, എന്നാൽ ഒരു സാധാരണക്കാരന് പിടിക്കാൻ പറ്റുന്നതുമായ വണ്ടി. അല്ലാതെ അതിലും താഴെ വണ്ടിയൊക്കെ കിട്ടും, പക്ഷെ അതൊക്കെ ഒരുമാതിരി ധൈര്യപ്പെട്ട. പിന്നെ എലാൻഡ്രോ, ഹ്യുണ്ടായി, കണ്ണങ്കണ്ടിയിലെ റഹ്മാൻ 5 മക്കളാണ്, 5 ആൺകുട്ടികൾ. അപ്പോൾ പാരമ്പര്യമായിട്ട് അത്യാവശ്യം സ്വത്തുള്ള ആൾക്കാരാണ് ജന്മന. അപ്പോൾ ഈ 4 ആൺകുട്ടി ഇവർ കണ്ണങ്കണ്ടി ഇപ്പോൾ ഉള്ള കണ്ണങ്കണ്ടിയുടെ നിലവിലുള്ള ഓണർ 5ാമത്തെ മകനാണ്. അപ്പോൾ ഈ 4 ഓണർ മക്കളും ഈ സ്വത്ത് കൊണ്ട് അടക്കാൻ വാങ്ങാൻ തേങ്ങേനെ കൊണ്ട് ജീവിച്ച് പണ്ടത്തെ കാലത്തുള്ള അയമെന്ന് കിട്ടുന്ന വരുമാനം തേങ്ങ അട്ടത്തിടുക, ഉരിക്കുക, വിൽക്കുക, റബ്ബർ വിൽക്കുക, മുളക് വെയിലത്തിട്ടിട്ട് ഉണക്കിയിട്ട് വിൽക്കുക. അതാ അവരെ വരുമാനം. ഈ 5ാമത്തെ മകന് ഉള്ള എല്ലാ സ്ഥലവും ഫാമിലിയായിട്ട് കിട്ടിയ വിറ്റിട്ട് ബാംഗ്ലൂരേക്ക് വിട്ടു 1970 കാലഘട്ടത്തിൽ. അപ്പോൾ ഇവരെ കുടുംബക്കാർക്കൊക്കെ ചീത്ത പറഞ്ഞു, നീ ഉള്ളതൊക്കെ അങ്ങ് വിറ്റ് കളാം, വിൽക്കാൻ പെട്ടെന്ന് കഴിയും, പിന്നെ വാങ്ങാൻ പറ്റില്ല, പിന്നെ ഭാവിയൊന്നും നിനക്ക് മക്കളൊക്കെ വലുതാന്നൊക്കെ ചീത്തൊക്കെ പറഞ്ഞു. അയാൾ മൈൻഡിയായിട്ട് ബാംഗ്ലൂരിൽ നിന്ന് അയാൾ ചെറിയൊരു എത്രയോ അന്നത്തെ ബാംഗ്ലൂരിൽ പൈസ ചെറിയൊരു സ്ഥലമാണ് ബാംഗ്ലൂർ, ഇപ്പോൾ മജസ്റ്റിക് സിറ്റിയിൽ. അവിടെ ചെറിയൊരു പൈസ വാങ്ങിയിട്ട് അവിടെ ഒരു ടേപ്പിൻ്റെ നന്നാക്കാൻ പണ്ടത്തെ ഒരു ടേപ്പൊക്കെ കിട്ടൂല, പാട്ടൊക്കെ വെക്കുന്ന കേസറ്റൊക്കെ കേസറ്റൊക്കെ വെക്കുന്ന അങ്ങനത്തെ ഒരു നന്നാക്കുന്ന ഒരു ഇസ്തിരി പെട്ടിയൊക്കെ നന്നാക്കുന്ന ചെറിയ ഇലക്ട്രോണിക് ഷോപ്പ് ഉണ്ടതാണ്. അതും വികസിപ്പിച്ചിട്ടാണ് ഇങ്ങനത്തെ രൂപത്തിൽ കണ്ണങ്കണ്ടി അയാളായത്. ഇപ്പോൾ ഈ 4 മക്കളില്ല, ബാക്കിയുള്ള ഈ തേങ്ങയും മാങ്ങയും അടക്കേനെ കൊണ്ട് ഒരു വരുമാനം ഇല്ലാണ്ട് നിൽക്കുന്നത്. മനസ്സിലായോ? അതാണ് ഓരോരുത്തരുടെ മൈൻഡ് ബിസിനസ്സിലുള്ള ഇത്. അവര് 4 ഏട്ടന്മാർ ഇപ്പോൾ മരിച്ചിട്ടൊന്നുമില്ല. ഒരു ഇന്റർവ്യൂ ഒക്കെ വരുമ്പോൾ അവർ 5 ആണോ വരിക. അവരിപ്പോൾ അന്ന് എൻ്റെ അനിയനെ കുറ്റം പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മൾ ഈ അടക്കാൻ ഒരു വരുമാനമില്ല. അതാണ് ബിസിനസിന്റെ ഒരു ഫ്യൂച്ചറിലേക്കുള്ള പ്ലാന് കണ്ടിട്ട് പോകാനുള്ള പരിപാടി. അതേപോലെ കണ്ണൂർ എയർപോർട്ടിന്റെ സ്ഥലമില്ലേ, കണ്ണൂർ എയർപോർട്ടിന്റെ ഒരു സ്ഥലം ഗവൺമെന്റ് ഒരു എയർപോർട്ട് പാസ്സായാലും ഗവൺമെന്റ് ഒരു പ്രഖ്യാപിച്ച് ഒരു 25 ഏക്കർ ഒരുമിച്ച് കിടക്കുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ഗവൺമെന്റ് സ്ഥലം ഏറ്റെടുക്കും. 25 ഏക്കർ ഒരുമിച്ച് വേണം ഒരു വ്യക്തിയുടെ അടുത്ത്. ആരടുത്തൊന്നുമില്ല. ഒരാൾ ഒരു ആചാരം കണ്ടുപിടിക്കും.
ഇവർക്ക് എടുക്കാൻ കഴിഞ്ഞില്ല. അവര് അനിയന്മാർക്ക് ഉടായ്പ കളിച്ചിട്ട് എടുക്കാൻ പറ്റിയില്ല. അവര് എയർപോർട്ട് വരുമ്പോൾ ഗവൺമെന്റ് പറയുന്ന പൈസ കൊടുക്കേണ്ടിട്ട് മറിക്കാൻ ശ്രമിച്ചാണ്. ഈ അടിയാതിരി കിട്ടുന്നതൊന്നും പോയില്ല. അവസാനം ഗവൺമെന്റ് ഇവരെ തന്നെ പ്രായ ആൾ തന്നെ അതൊരു പഞ്ചായത്തിനും നഗരസഭയിലെല്ലാം ഗവൺമെന്റ് ബന്ധപ്പെടുമല്ലോ എന്ന വ്യക്തിയുടെ ഉണ്ടെങ്കിൽ ഗവൺമെന്റിന്റെ ആൾക്കാർ റവന്യൂ മന്ത്രിയൊക്കെ ഇവരെ വീട്ടിൽ എഴുതും. അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഗവൺമെന്റ് ഏറ്റെടുക്കും, ഇത്ര കൊല്ലത്തേക്ക് നിങ്ങൾക്ക് ഇത്ര പൈസ ഒരുമിച്ച് തരും, അല്ലെ മാസം പൈസ വേണമെങ്കിൽ അങ്ങനെ തരാം. അപ്പോൾ ഈ അവർ പറഞ്ഞ് നമുക്ക് ഒരു പൈസ ഒരുമിച്ച് കൊണ്ട് മാസം ഇപ്പം ഗവൺമെന്റ് ഏറ്റെടുത്ത് അവരെ പറ്റിക്കാൻ പറ്റിയില്ല. ഇതാണ് നിയമത്തിന്റെ ഒരു കളി, മനസ്സിലായോ? അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാസം പറയണേ ഒന്നിച്ച് തരാൻ വേണ്ടി പറഞ്ഞാൽ പോലെ മാസം തരുന്നില്ല. ആണ് ടാക്സും കാര്യങ്ങളും 2 ലക്ഷം 3 ലക്ഷം രൂപ ഉണ്ടാവും. നല്ലടാ. അത് എത്ര കാലം എന്ന് വെച്ചിട്ടാ ഗവൺമെന്റ് അല്ലേ അതൊരു എഗ്രിമെന്റ് ഉണ്ടാവുമല്ലോ. എന്ത് ഫുഡാണെങ്കിലും തരൂലെന്ന് തരൂലല്ലോ, കിട്ടൂലല്ലോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാല്. മറ്റേ ഇവിടെ വെള്ളം കൊടുക്കാൻ എത്ര 25 പൈസക്കല്ലേ വെള്ളം കൊടുക്കണേ? എത്ര പൈസക്കാണ് കൊടുക്കണത്? 100 രൂപക്കോ? ഇത്ര വെള്ളം കേരളം തമിഴ്നാട്ടിൽ എത്രയല്ല കൊടുക്കണത്? അന്ന് രാജാരേ എന്റെ പൊട്ടിക്കേണ്ട ദിവസം എത്ര ജില്ലയാക്കും പോലെ ഇടുക്കി, എറണാകുളം, അതിനെ ഞാൻ അപ്പോഴൊക്കെ എങ്ങനെ നോക്കാം. കോഴിക്കോടില്ലല്ലോ, പത്തനംതിട്ടയുടെ പകുതി നിൽക്കുന്ന സ്ഥലം പോകും. ഒന്നിക്കിട്ട് പുതിയ ഡാം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുറച്ച് വെള്ളം തമിഴ്നാട്ടിലേക്ക് പോയിക്കുക. ആ ഒഴുക്കുണ്ടല്ലോ, തമിഴ്നാട്ടിലേക്ക് അത്രയും നോക്കുന്നില്ലല്ലോ, സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നല്ലോ. ഒരു മുന്തിരിത്തോട്ടുണ്ട് തമിഴ്നാട്ടില്. അപ്പൊ ഞാൻ കോട്ടയത്ത് നിന്ന് ഞങ്ങളെല്ലാവരും കൂടെ കൂടെ പോയിട്ട് കാണും വലിയ വലിയ പൈപ്പുകൾ ഇങ്ങനെ കുത്താനിട്ടുണ്ട്. ഒന്നൊന്നല്ല, കുറെ പൈപ്പുകൾ കണ്ടാന്തം വിടും, വലിയ പൈപ്പ്. അതായത് എന്താണെന്നറിയോ, വെള്ളം കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോവാണ്, പോവാനുള്ള പൈപ്പാണ്. കണ്ടിട്ട് അന്തം വിട്ടു. ചിലപ്പോ സ്റ്റോക്ക് പൈപ്പുകൾ അടി വെള്ളം താഴത്തേക്കുള്ള 138 അടി. 138 അടി എത്ര ആയിട്ടുണ്ടെന്ന് അറിയോ? ആടെ കാണാൻ തൂണില്ലേ, ഈ ലൈനിന്റെ തൂണ്, അങ്ങനത്തെ ഒരു 4 തൂണ് വെച്ചോ നീ കുത്തനെ. അത്ര അടി ഉണ്ടാവും. ലൈറ്റിന്റെ തൂണില്ലേ കാണുന്നത്, അങ്ങനത്തെ 4 ഉണ്ടാവും. കുത്തനെ വെച്ചോ, അതുണ്ടാവും 138 അടി. അത്ര വെള്ളം ഇപ്പോൾ ഒരു ഡാമിലാണ് തൂച്ചിട്ട് ഇങ്ങനെ വെക്കുന്നത്. കുറച്ച് വെള്ളം ഒരു നീറ്റ് വയ്ക്കും പോലെ തമിഴ്നാട്ടിലേക്ക് ഒഴുക്കിയിട്ട് അതിങ്ങ് പൊട്ടിക്ക് പോന്നാല് എറണാകുളം 4 കിലോമീറ്റർ അടിയിൽ അല്ല നമ്മളെ 4 കിലോമീറ്റർ അടിയുള്ള ഏറ്റവും താഴ്ച എന്ന് പറഞ്ഞാൽ 12 കിലോമീറ്റർ. എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. ഇല്ലല്ല, 12 കിലോമീറ്റർ താഴ്ചടാ. മറ്റേ ഇത് മറൈന ട്രഞ്ചില് ചലഞ്ചർ ഡീപ്പ് എന്ന് പറയും. 12 അവിടെ ആവാൻ പോയിട്ടുണ്ടോ? അല്ലെ ജെയിംസ് കാമറൂൺ പോയിട്ടുണ്ട്. 4 പേരെ കണ്ട ഇതുവരെ പോയിട്ടുണ്ട്. 4 പേര്. ജെയിംസ് കാമറൂൺ 2010